പനയറ അതിപുരാണവും പ്രസക്തവുമായ തൃപ്പൂരട്ടക്കാവ് ഭദ്രകാളി ക്ഷേത്രം. പാരിപ്പള്ളിയിൽ നിന്നും 7.5 കിലോമീറ്റർ, കല്ലമ്പലത്തു നിന്നും 5 കിലോമീറ്റർ, വർക്കലയിൽ നിന്നും 8 കിലോമീറ്റർ. शक्ति कोटि योगिनी गणसेविता मनुविद्या चंद्रविद्या चंद्रमंडलमध्यया चारुरूपा चारुभासा चारुचंद्रकलाधरा. ശ്രീമദ് ഭഗവത്ഗീത അധ്യാപകൻ, പ്രഭാഷകൻ, സാഹിത്യകാരനുമായ പനയറ ജയചന്ദ്രൻ സാർ തൃപ്പൂരട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് വിവരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം ഗം ഗണപതയേ നമഃ. ചിരപുരാതനവും അത്യപൂർവമായ പ്രസിദ്ധി നേടിയതുമായ പനയറ തൃപ്പൂരട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലൂടെ ആത്മസഞ്ചാരം നടത്തുകയാണ്. കേരളത്തിലെ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ചരിതം പരിശോധിച്ചാൽ, അതിൻ്റെ ഉള്ളറകളിലൂടെ സഞ്ചരിച്ചാൽ അത്യപൂർവവും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വിസ്മയത്തിൻ്റെ മൂർധന്യതയിലെത്തുന്നതുമായ ഒരു സത്യം സ്വരൂപമായിരിക്കുന്ന ക്ഷേത്രമാണ് പനയറ തൃപ്പൂരട്ടക്കാവ് ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ 9 പ്രധാനപ്പെട്ട ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നിലകൊള്ളുന്നു പനയറ തൃപ്പൂരട്ടക്കാവ് ഭഗവതി ക്ഷേത്രം. ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിനുള്ളത്. ആചാരക്രമം കൊണ്ടും ഐതിഹ്യ ശക്തി കൊണ്ടും ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തിയുടെ ഉദാത്തമായ തലങ്ങളിൽ ഈ ക്ഷേത്രം എത്തിക്കുന്നു, ഇവിടുത്തെ ദേവി എത്തിക്കുന്നു. വടക്കോട്ട് ദർശനമായിരിക്കുന്ന ഈ ക്ഷേത്രം, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം തിരുവിതാംകൂർ രാജവംശവുമായി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അത്യപൂർവമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള പങ്കാളിത്വം നിലനിൽക്കുന്ന ക്ഷേത്രം. അങ്ങനെയുള്ള ശ്രീഭദ്രകാളി ക്ഷേത്രം, വടക്കോട്ട് ദർശനമായിരിക്കുന്ന ശ്രീഭദ്രകാളി ക്ഷേത്രം, ഇവിടെ കുടികൊള്ളുന്ന ദേവി ഒരേ സമയം തന്നെ ഉഗ്രമൂർത്തിയുമാണ്, ശാന്തസ്വരൂപിണിയുമാണ്. ഐതിഹ്യത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ദാരികനെ കൊല ചെയ്തിട്ട് താണ്ഡവ നൃത്തമാടിയ ശ്രീഭദ്രകാളിയെ, ആ ശ്രീഭദ്രകാളി സ്വരൂപത്തിനെ സ്വാന്തനപ്പെടുത്താനോ അമർച്ച ചെയ്യാനോ സർവദേവഭൂതഗണങ്ങളും പരിശ്രമിച്ചിട്ടും സാധ്യമായില്ല. ഒടുവിൽ ശിവഭഗവാൻ തന്നെ, സാക്ഷാൽ ശിവഭഗവാൻ തന്നെ രംഗത്ത് വന്നു. ശ്രീ പരമേശ്വരൻ്റെ ശിവഭഗവാന്റെ തിരുമുഖത്തു നിന്നാണല്ലോ അദ്ദേഹം ഭദ്രകാളി ദേവിയെ ദാരികനെ കൊല ചെയ്യുന്നതിന് വേണ്ടി സൃഷ്ടിച്ചതെന്ന് തന്നെ പറയാം. ആ സാക്ഷാൽ പരമശിവൻ തന്നെ ദാരികനെ നിഗ്രഹിച്ച ഭദ്രകാളിയുടെ മുമ്പിൽ ഒരു കൊച്ചു കുട്ടിയുടെ രൂപത്തിൽ വന്ന് കിടന്നു. മാതൃത്വഭാവത്തിൻ്റെ പരമശക്തി സ്വരൂപിണിയായ ശ്രീ ഭദ്രകാളി ദേവി ഈ കൊച്ചു കുട്ടിയെ കണ്ടപ്പോൾ ഉഗ്രാവസ്ഥയിൽ നിന്ന്, താണ്ഡവമാടി നിന്ന അവസ്ഥയിൽ നിന്ന്, രോഷാഗ്നിയിൽ നിന്ന ആ ഭാവത്തിൽ നിന്ന് മാതൃത്വത്തിൻ്റെ പരമകോടിയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. അങ്ങനെ ആ കൊച്ചുകുട്ടിയിലേക്ക് നോക്കി അതിനെ മാറോട് ചേർത്ത് ആ മാതൃത്വം
ചുരന്നു വന്ന ആ അവസ്ഥയിൽ ഭദ്രകാളി ദേവി മാറിയപ്പോൾ ആ ശാന്തസ്വരൂപിണിയായ മാതൃത്വസ്വരൂപിണിയായ അമ്മ ഭദ്രകാളിയും ആ ഭദ്രകാളി സ്വരൂപത്തിനെ ഇവിടെ പ്രതിഷ്ഠിച്ചു. അതേസമയം ശാന്തസ്വരൂപിണിയായ അമ്മയെ പ്രതിഷ്ഠിച്ചെങ്കിലും ശ്രീഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചെങ്കിലും ഉഗ്രമൂർത്തിയായ ഭദ്രകാളി ദേവിയെ സേവ ചെയ്ത് പൂജ ചെയ്ത് അത് ശാന്തമാക്കുന്നതിന്, സംരക്ഷിക്കുന്നതിന്, സമർപ്പിക്കുന്നതിന്, ഭദ്രകാളി ദേവിയെ കൃത്യമായ ഉപാസന ചെയ്യുന്നതിനും ഇവിടെ ചടങ്ങുകളുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായി വൃശ്ചിക മാസത്തിൽ പാട്ടമ്പലത്തിൽ ഭദ്രകാളി ദേവിയുടെ കളം വരച്ച് ആചാരവിധിപ്രകാരം പൊന്നറ ഭദ്രകാളി പാട്ടുപാടി കുലദേവതയെ തൃപ്തിപ്പെടുത്തി, ഭദ്രകാളിയെ തൃപ്തിപ്പെടുത്തി, ഇവിടുത്തെ അമ്മയെ തൃപ്പോരിട്ടക്കാവിൽ അമ്മയെ തൃപ്തിപ്പെടുത്തി ഭദ്രകാളി സേവ ചെയ്യുന്നത്. കാളിയൂട്ട് നടന്ന മണ്ണാണിത്. കാളിയൂട്ട് നടന്നതുകൊണ്ട് പോരിട്ട എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത ക്രമബദ്ധമായി ഇവിടെ കാളിയൂട്ട് നടന്നിരുന്നു. ഏകദേശം 1.25 നൂറ്റാണ്ടിന് മുമ്പെന്ന് പറയുന്നു. ആ 1.25 നൂറ്റാണ്ടിന് മുമ്പ് കൃത്യമായി കാളിയൂട്ട് നടന്നിരുന്നു. ആ കാളിയൂട്ടിനെ പ്രകടമാക്കുന്ന കാളിയൂട്ട് പറമ്പ് ഇപ്പോഴുമുണ്ട്. എന്നാൽ ജ്യേഷ്ഠൻ്റെ വേഷം ധരിച്ച ഭദ്രകാളി ജ്യേഷ്ഠനായിരുന്നു. 2 സഹോദരങ്ങളായിരുന്നു ഭദ്രകാളിയും ദാരികനുമായി വന്നത്. ജ്യേഷ്ഠനായിരുന്നു ഭദ്രകാളി, അനിയൻ ദാരികനും. തിരുമുടിയേറ്റെന്ന് പറയുമല്ലോ, മുടിയേറ്റെന്ന് പറയുമല്ലോ, ആ തിരുമുടി ശിരസിലേറ്റിയ ജ്യേഷ്ഠൻ ഭദ്രകാളി സ്വരൂപമായി, ഭദ്രകാളിയുടെ ശക്തി സ്വരൂപമായി മാറി. അപ്പോൾ വല്ലാത്തൊരനുഭവത്തിലെത്തിയപ്പോൾ ദാരികനെ കൊല ചെയ്തു. അത് സ്വന്തം അനുജനെയാണ് കൊല ചെയ്തതെന്ന് മുടി താഴെ ഇറക്കിയപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ശരിക്ക് യുദ്ധം ചെയ്ത പോരിട്ട ഭദ്രകാളി ദാരികനെ കൊന്ന പോരിട്ട യുദ്ധം ചെയ്ത സ്ഥലമായതുകൊണ്ട് അത് പോരിട്ടക്കാവായി, തൃപ്പോരിട്ടക്കാവായി. അങ്ങനെ അന്ന് സാക്ഷ്യം വഹിച്ച ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളവർ ഇത് വളരെ കൃത്യമായി പലരുടെയും മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ കാളിയൂട്ട് നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ വർഷം തൃപ്പോരിട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് അതിനു മുമ്പായി നിശ്ചിതമായ വ്യവസ്ഥയിലൂടെ അതിഭംഗിയായി മനോഹരമായി കാളിയൂട്ട് നടത്തി ഭക്തജനങ്ങൾക്ക് വല്ലാത്തൊരു ഭക്തിയുടെ അനുഭവം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വേറിട്ട് നിൽക്കുന്ന ഈ ഭദ്രകാളി ക്ഷേത്രം ആചാരവിധിപ്രകാരം കൃത്യമായി എല്ലാ വിധികളും സൂക്ഷിച്ചുകൊണ്ടുള്ള ഭദ്രകാളി ക്ഷേത്രം ഉപദേവന്മാരായി മഹാഗണപതി കന്യമൂലയിലും, അതുപോലെ പുറത്ത് പരമശിവനും, അതുപോലെ യക്ഷിയമ്മയും യോഗീശ്വരനും മന്ത്രമൂർത്തിയും, അങ്ങനെ അതുപോലെ മറുത ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നിർവഹിച്ച് മേൽനോട്ടം വഹിച്ച ദിവ്യ സ്വരൂപമായ മറുതയും, പിന്നെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തായി അപൂർവ ശക്തിവിശേഷമായി നിലകൊള്ളുന്ന ഏറ്റവും അത്യപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന നാഗരികാവും ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ ക്ഷേത്രം ആചാരവിധിപ്രകാരം ആത്മീയ ശക്തി പകരുന്നതോടൊപ്പം ഈ പ്രദേശത്തിൻ്റെ തന്നെ സാമൂഹിക പുരോഗതിക്കും ഈ ക്ഷേത്രം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും സവിശേഷമായ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് ചൊവ്വയും വെള്ളിയും വിശേഷിച്ചുള്ള ദിവസങ്ങളിലും ഒക്കെ തന്നെ. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വരുന്നവർ ഓം ഹ്രീം ഭദ്രകാളിയേ നമ എന്ന മൂലമന്ത്രം ജപിക്കണം. ഓം കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്ന മന്ത്രം ജപിക്കണം. ഒപ്പം തന്നെ ഖഡ്ഗമാല കുറച്ച് വരികൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ മഹാക്ഷേത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം അവസാനിപ്പിക്കാം. ഓം ഐം ഹ്രീം ക്ലീം സഹു ഓം നമോ ത്രിപുരസുന്ദരി ഹൃദയദേവി ശിരോദേവി ശിഖാദേവി കവചദേവി നേത്രദേവി അസ്ത്രദേവി കാമേശ്വരി ഭഗമാലിനി നിത്യകളിനെ പേരുണ്ടേ വന്യവാസിനി മഹാവജ്രേശ്വരി ശിവദൂതി ത്വരിതേ കുലസുന്ദരി നിത്യേ നീലപതാകെ വിജയേ സർവമംഗളേ ജ്വാലാമാലിനി ചിത്രേ മഹാനിത്യ പരമേശ്വര പരമേശ്വരി മിത്രേശമയി ഷഡീശമയി ഉഡീശമയി ചര്യാനാഥമയി ലോപമുദ്രാമയി
കാലതാപനമയി ധർമാചാരമയി മുക്തകേശേശ്വരമയി ദീപകലാനാഥമയി വിഷ്ണുദേവമയി പ്രഭാകരദേവമയി തേജോദേവമയി മനോജ്ഞദേവമയി കല്യാണദേവമയി വസുദേവമയി രത്നദേവമയി ശ്രീരാമാനന്ദമയി അണിമാസിത്തേ ലഹിമാസിത്തേ മഹിമാസിത്തേ ഈശുത്വസിത്തേ പശുത്വസിത്തേ പ്രാഗാമ്യസിത്തേ ഭുക്തിസിത്തേ ഇച്ഛാസിത്തേ സർവകാമസിത്തേ ബ്രാഹ്മി മഹേശ്വരി വാരാഹി ചാമുണ്ഡി മഹാലക്ഷ്മി സർവസംക്ഷോഭണി സർവവിദ്രാവണി സർവാകർഷണി സർവശങ്കരി സർവോന്മാദിനി സർവാർത്ഥ സാധകചക്രസ്വാമിനി കുലോത്തീർന്ന യോഗിനി. ഇങ്ങനെ തുടരുന്ന ഖഡ്ഗമാലയും മനസ്സിൽ സൂക്ഷിച്ച് മനസ്സിൽ മന്ത്രിച്ച് നാവിൽ ഉച്ചരിച്ച് ഈ പനയറ തൃപ്പൂർട്ടക്കാവ് ഭഗവതി ക്ഷേത്രം വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയുടെ കാരുണ്യ സ്വരൂപമായ മാതൃഭാവത്തിൻ്റെ ശക്തിഭാവത്തിൻ്റെ ആദിപരാശക്തി സ്വരൂപം കുടികൊള്ളുന്ന ഈ അത്യപൂർവമായ ഈ മഹാക്ഷേത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും ആചാരവിധി പ്രകാരം എത്തി പ്രാർത്ഥന നടത്തി ഇഷ്ടം ഫലം ജീവിതത്തിൽ ഏറ്റവും മനഃശാന്തിയും ഐശ്വര്യവും നേടിയെടുക്കണമെന്നും അങ്ങനെ ഈ ക്ഷേത്രത്തിൽ എല്ലാവർക്കും ദർശനം നടത്താൻ സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് തൃപ്പൂരിട്ടക്കാവിലമ്മയുടെ നാമധേയത്തിൽ എല്ലാവരോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം നിർത്തുന്നു. ഓം ഹ്രീം ഭദ്രകാളിയേ നമ. തൃപ്പൂരിട്ടക്കാവ് ക്ഷേത്രഭരണസമിതി ട്രഷറർ രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ, കല്ലുവീട്. 2011 ആഗസ്റ്റ് 25-26 തീയതികൾ ദേവജ്ഞൻ തലയോലപ്പറമ്പ് പരമേശ്വര മേനോൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന ദേവപ്രശ്നത്തിന് ശേഷം ആചാരാനുഷ്ഠാന പ്രകാരം ദേവപ്രശ്ന വിധി പ്രകാരമുള്ള എല്ലാ പരിഹാര കർമ്മങ്ങളും ചെയ്യുകയും 2013 മാർച്ച് 20 പുനഃപ്രതിഷ്ഠ നടത്തുകയും 2013 മാർച്ച് 20 അതായത് കുംഭം 8 പുനഃപ്രതിഷ്ഠ നടത്തുകയും അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും ആചാരവിധി പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും പടിത്തര വ്യവസ്ഥകളും ഒരു അണുകിട പോലും തെറ്റാതെ ഇപ്പോഴും നടന്നു വരുന്നു. പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം കൊടിമരം സ്ഥാപിക്കുകയും നമ്മൾ ശിവേലിപ്പാത നിർമ്മിക്കുകയും നടപ്പന്തൽ നിർമ്മിക്കുകയും സദ്യാലയം പണിയുകയും ഒട്ടേറെ പുരോഗമന പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിനായി നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്ട്രെയിറ്റ് ഫോർവേഡ്, പനയറ, തൃപ്പൂരിട്ടക്കാവിൽ നിന്നും.